ദൈവത്തിൻ്റെ അവതാരമായ ശ്രീരാമൻ മാംസം ഭക്ഷിച്ചിരുന്നു. ചില ആൾക്കാർ എൻ്റെ ശ്രീരാമൻ അങ്ങനെ ചെയ്യില്ല എന്ന രീതി പറയുന്നവരുണ്ട്. ചില ആൾക്കാർ അങ്ങനെ കഴിച്ചിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഏതാണ് ശരി? ആദ്യം മനസ്സിലാക്കേണ്ടത് അവതാരം എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ അവതാരം എന്ന് പറഞ്ഞല്ലോ. അവതാരം എന്ന് പറഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരം നേടിയ മഹാത്മാക്കളോ മുക്താത്മാക്കളെന്ന് പറയും. മുക്തി നേടിയ മുക്താത്മാക്കളോ, അതുപോലെ ഉയർന്ന ലോകങ്ങളിൽ സൂക്ഷ്മ കാരണലോകങ്ങളിലുള്ള ദിവ്യാത്മാക്കളോ മഹാദൗത്യങ്ങൾ നിറവേറ്റാനായി ഇറങ്ങി വരുമ്പോഴാണ് അവരെ അവതാരങ്ങളെന്ന് വിളിക്കുന്നത്. അവതാരം, അവതരീത്യ അവതാർ എന്നാണ് പറയുക. അവതരണം ചെയ്യുന്നവരാണ് അവതാരങ്ങൾ. അവതരണങ്ങൾ അവതരണം എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരിക. ഒരു സ്റ്റെയർ കേസ് ഉണ്ടെങ്കിൽ മുകളിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നാൽ അത് അവതരണം എന്ന് പറയും. അങ്ങനെ അവതരിച്ചവരാണ് അവതാരങ്ങൾ. മറ്റുള്ളവരെ ജന്മങ്ങളെന്ന് പറയും. നമ്മൾ പറയില്ലേ, ഒരു ജന്മം പറയാറില്ലേ? എങ്ങനെ ജന്മങ്ങൾ എന്ന് പറയും. അവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ അവതരിച്ചവരാണ്, ഇറങ്ങി വന്നവരാണ്. എന്തിനു വേണ്ടിയാണ് ഇറങ്ങി വന്നത്? നാട് കാണാൻ വേണ്ടിയല്ല, ഇങ്ങനെയൊക്കെ ഉണ്ട് ഭൂമി എന്ന് കണ്ടറിഞ്ഞ് പോകാൻ വേണ്ടിയല്ല. അവർക്കൊരു ദൗത്യമുണ്ടായിരിക്കും, ഒരു മഹാദൗത്യമുണ്ടായിരിക്കും. അവരൊറ്റയ്ക്ക് ചെയ്യാനുമല്ല വരുന്നത്. നമ്മളെയൊക്കെ പ്രചോദിപ്പിച്ച് നമ്മളുടെയും കർത്തവ്യമായ ആ കാര്യങ്ങളെപ്പറ്റി ഓർമ്മിപ്പിച്ച് പ്രചോദിപ്പിച്ചായിരിക്കും അവർ ചെയ്യുക. ഒറ്റയ്ക്കൊരു പ്രവർത്തനം ചെയ്തൊരു അവതാരമില്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. തെറ്റായ മാതൃകയാണത്. അപ്പോൾ അവതാരം എന്താണെന്ന് മനസ്സിലായല്ലോ. എങ്ങനെയാണ്? ഉയർന്ന ലോകങ്ങളിൽ നിന്ന്, സൂക്ഷ്മ കാരണ ലോകങ്ങളിൽ നിന്ന് എന്നിറങ്ങിയ ദിവ്യാത്മാക്കൾ, അല്ലെങ്കിൽ ഭൂമിയിൽ തന്നെ ജനിച്ച് മുക്തി നേടിയ, മോക്ഷം നേടിയ, ഈശ്വര സാക്ഷാത്കാരം നേടിയ മുക്താത്മാക്കൾ, അല്ലെങ്കിൽ ഉയർന്ന അഡ്വാൻസ് ആയിട്ടുള്ള വലിയ ഉയർന്ന പദവി നേടിയ മഹാത്മാക്കൾ. അവർ വീണ്ടും ഭൂമിയിലേക്ക് പ്രത്യേക ഉദ്ദേശത്തോടുകൂടി, വ്യക്തമായ പദ്ധതിയോടുകൂടി വന്നാൽ അവതാരങ്ങളായി. ഒരാൾ വീണ്ടും ജനിക്കുന്നതിന് പുനർജന്മം എന്ന് പറയും. പക്ഷെ ഇങ്ങനെ വരുന്നവരെ പുനർജന്മം എന്നല്ല പറയാറുള്ളത്, അവതാരം, പുനരവതാരം എന്ന് പറയാം, അല്ലെങ്കിൽ അവതാരം എന്ന് പറയാം. അപ്പം നമുക്ക് അവതാരങ്ങളാവണോ? എല്ലാവർക്കും അവതാരങ്ങളാകാൻ കഴിയും. എങ്ങനെ ആകുമ്പോഴാണ്? ഒന്നുകിൽ മുക്താത്മാക്കളാവണം, അല്ലെങ്കിൽ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള മനുഷ്യരാവണം, അതിമാനവന്മാർ, അതിമാനവ ബോധമുള്ളവർ. അവരൊരു ദൗത്യത്തിന് വേണ്ടി നിങ്ങൾ നാളെ ഇറങ്ങി വരികയാണെങ്കിൽ നിങ്ങൾ അവതാരങ്ങളാവും. ഇനി ഈ ജന്മം തന്നെ നിങ്ങൾ മുക്തി നേടി, ഈശ്വരൻ്റേതായ വലിയ വെളിച്ചമൊക്കെ നേടി നിങ്ങൾ ആ ദൗത്യം നിറവേറ്റാൻ പോയാൽ നിങ്ങൾ അവതാരങ്ങളാവും. അത് സാധിക്കും. അപ്പോൾ ഇങ്ങനെ അവതാരം എന്നുള്ള ഇതാണ്. അപ്പോൾ ശ്രീരാമൻ തീർച്ചയായിട്ടും അവതാര പുരുഷനാണ്, അത് തർക്കമില്ല. അതുപോലെ തന്നെ ഈ പുരുഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീക്ക് ആകാൻ പാടില്ലെന്നില്ല കേട്ടോ. പുരുഷൻ മനുഷ്യനെ അർത്ഥമുള്ളൂ, സ്ത്രീക്കും അവതാരമാവാം. അടുത്ത ചോദ്യം എന്താ? മാംസം ഭക്ഷിച്ചിരുന്നോ എന്നാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഈ ലെവലിൽ മാത്രമേ ഉള്ളൂ. അകത്ത് ശരീരം അവയെല്ലാം ചില മൂലകങ്ങൾ രീതിയിലാണ് വേർതിരിക്കുന്നത്.
ശരീരത്തിന് ആവശ്യമുള്ളത് എടുക്കും, ആവശ്യമില്ലാത്തത് കളയുന്ന രീതിയിലാണ് ശരീരത്തിൻ്റെ വ്യവസ്ഥ. പണ്ട് പല മഹർഷിമാർ വരെ മാംസം കഴിച്ചിട്ടുണ്ട്. നിരവധി തെളിവുകളുണ്ട്. പണ്ടത്തെ ക്ഷത്രിയന്മാരെല്ലാവരും മാംസം കഴിച്ചിട്ടുണ്ട്. ശ്രീരാമനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശ്രീരാമൻ്റെ ജീവിതാഖ്യാനം വാൽമീകി രാമായണമാണ് പ്രാമാണികമായിട്ടുള്ള ഗ്രന്ഥം. അതിൽ ശ്രീരാമനും ലക്ഷ്മണനും സീതയുമൊക്കെ മാംസം കഴിച്ചതായിട്ട് വ്യക്തമായ തെളിവുകളുണ്ട്. ഇതെപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചാൽ ഇത് വളരെ നിഷിദ്ധം എന്ന ചിന്താഗതി വന്നത് ബുദ്ധമത ജൈനമത കാലഘട്ടത്തോടു കൂടിയാണ്. ഈ ബുദ്ധമതം പോലും ഉണ്ടായതെപ്പോഴാണ്? യാഗങ്ങളിൽ ഇങ്ങനെ ജന്തുക്കളെ ബലി കൊടുക്കുന്ന രീതിയും പിന്നെ മാംസം കഴിക്കുന്ന രീതിയൊക്കെ വന്നപ്പോഴാണ് ബുദ്ധമതം എതിരായത്. പക്ഷേ ശ്രീബുദ്ധൻ പോലും മാംസം കഴിച്ചിട്ടുണ്ട്. ഗൗതം സിദ്ധാർത്ഥ ബുദ്ധൻ മാംസം കഴിച്ചിട്ടുണ്ട്. അത് കൊന്നിട്ട് കഴിക്കുന്നതിനെ അദ്ദേഹം എതിരായിരുന്നുള്ളൂ. വല്ലവരും കൊന്ന് ഉള്ളതിനെ അല്ലെങ്കിൽ വഴിയിൽ ഇങ്ങനെ കിടക്കുന്നതിനെ അദ്ദേഹം കഴിക്കുന്നത് തെറ്റായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ജൈനന്മാരതല്ല. ജൈനന്മാരാണെങ്കിൽ ഈ മണ്ണിന് താഴെയുള്ള കാര്യങ്ങൾ പോലും കഴിക്കുന്നതിനെതിരാണ്. ഉള്ളി, സവാള, അതുപോലെ കപ്പ ഒക്കെ ഉണ്ടല്ലോ, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒക്കെ അവർ കഴിക്കില്ല. ചില എക്സ്ട്രീമിസം ഉള്ളവരുണ്ട്, വെജിറ്റേറിയസം എക്സ്ട്രീംസ് ഉള്ളവർ പാല് പോലും കുടിക്കാത്തവരുണ്ട്. പാല് കുടിക്കാൻ പാടില്ല. പാല് മാംസത്തിൻ്റെ ഗണത്തിൽപ്പെടുത്തും അവർ. മുട്ട അതിൻ്റെ കൂട്ടത്തിൽപ്പെടുത്തും. അങ്ങനെ പലതരത്തിലുള്ള വെജിറ്റേറിയൻസ് ഉണ്ട്. പക്ഷേ ഭക്ഷണ കാര്യങ്ങളിൽ എക്സ്ട്രീമിസം വരാൻ പാടില്ല എന്നുള്ളതാണ് ശരിയായ രീതി. ഗായത്രി മന്ത്രം ലോകത്തിന് പ്രകാശിപ്പിച്ച വിശ്വാമിത്രൻ മാംസം കഴിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ ക്ഷാമ കാലഘട്ടത്തിൽ പട്ടിമാംസം വരെ കഴിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം രക്ഷയില്ല, ജീവിക്കാൻ രക്ഷയില്ല. ആപദ്ധർമ്മോ നിരുതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തെറ്റാണെന്ന് സനാതനധർമ്മം പറയുന്നില്ല. പക്ഷെ പരമാവധി ആരെയും വേദനിപ്പിക്കാതെ ഭക്ഷണം കഴിച്ചാൽ ഏറ്റവും നന്ന് എന്നാണ് മനുഷ്യത്വമുള്ളവർക്ക് തോന്നുക. അതുകൊണ്ട് പുതിയ പുതിയ സംവിധാനങ്ങൾ വരുമ്പോൾ നമ്മളതിനെ സ്വീകരിക്കണം. ഇപ്പോൾ പുതിയ സംഭവങ്ങൾ വരാൻ പോകുന്നു. വെജിറ്റബിൾ ചിക്കൻ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ എന്ന് പറയും. ചിക്കൻ്റെ അതേ രുചിയുണ്ട്, പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ കിട്ടും. ചിക്കന് ധാരാളം ഗുണങ്ങളുണ്ട്, പ്രോട്ടീൻ ഒക്കെ ധാരാളം കിട്ടും. അതിൻ്റെ എല്ലാ ഗുണങ്ങളുമുണ്ട്, രുചിയുമുണ്ട്. എന്നാൽ ഒന്നിനെയും കൊല്ലുന്നില്ല. അതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ ലാബ് ചിക്കൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഒരു ജീവിയും കൊല്ലുന്നില്ല, അതിൻ്റെ മാംസത്തിൽ തന്നെ വളർത്തിയെടുക്കലാണ്. ഒരു ജീവിയെ ഉപദ്രവിക്കുന്നില്ല. നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കുന്ന പലതും നമ്മളിങ്ങനെ പുതിയ പുതിയ കണ്ടെത്തൽ വഴി ഉണ്ടാക്കിയതാണ്. പണ്ട് എങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്? ചില ചുട്ടല്ല കഴിച്ചുകൊണ്ടിരുന്നത്. പണ്ട് പച്ചയ്ക്ക് കഴിച്ചവരുമുണ്ട്. പണ്ട് തീ വന്നപ്പോൾ എന്ത് ചെയ്തു? മനുഷ്യൻ പച്ചയ്ക്ക് കഴിക്കുന്ന നിർത്തിയിട്ട് തീ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോഴും കറി വെച്ച് കഴിക്കലൊന്നുമില്ല. പച്ചക്കറികളാണെങ്കിലും കായ്കനികളാണെങ്കിൽ അതുപോലെ മാംസം, മത്സ്യം പോലുള്ളവയൊക്കെ ഇപ്പോഴത്തെ പോലെ മസാലയൊക്കെ ഇട്ട് കഴിക്കലൊന്നും ഇല്ല എപ്പോഴും. അതൊക്കെ പിന്നീട് ഉണ്ടായതാണ്. അപ്പോൾ പുതിയ തരം പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ, മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മളതിനെ സ്വാഗതം ചെയ്യണം. പണ്ട് കാളകളും പോത്തുകളുമൊക്കെ നിലം ഉഴുവാൻ വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ ടില്ലർ ട്രാക്ടർ വന്നപ്പോൾ അവരെ ആ കഷ്ടപ്പാട് നമുക്ക് മോചിപ്പിക്കാൻ കഴിഞ്ഞു. പണ്ട് മനുഷ്യൻ പല്ലക്ക് ചുമന്നിട്ടുണ്ട്, മൃഗങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. അന്ന് രക്ഷയില്ല വേറെ. പക്ഷെ ഇന്ന് കാറും ബൈക്കൊക്കെ വരുമ്പോൾ അവയെ നമുക്ക് ബുദ്ധിമുട്ടിന്ന് ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ പരീക്ഷണങ്ങൾ കൂടുതൽ പോകുന്നതനുസരിച്ച് അതിൻ്റെ പ്രയോജനം കിട്ടുകയും വേണം. എന്നാൽ പരമാവധി ആർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ പോകുന്ന രീതിയിൽ പരീക്ഷണം ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം,
ഭക്ഷണ മാമൂൽവാദം പാടില്ല. മാമൂൽവാദം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? മാമൂൽവാദം എന്ന് പറഞ്ഞാൽ പഴയത് അതേപടി തുടരുക. എൻ്റെ അച്ഛനത് ചെയ്തു, അപ്പനത് ചെയ്തു, അതുകൊണ്ട് ഞങ്ങളത് തന്നെ തുടരണം എന്നുള്ള മാമൂൽവാദം വെജിറ്റേറിയൻ്റെ കാര്യത്തിലാണെങ്കിലും നോൺ വെജിറ്റേറിയൻ്റെ കാര്യത്തിലാണെങ്കിലും പാടില്ല. ഇപ്പോൾ പുതിയ പരീക്ഷണങ്ങൾ വരുന്നുണ്ട്, കണ്ടുപിടുത്തങ്ങൾ വരുന്നുണ്ട് ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മൾ ഇന്ന് ശീലിച്ച പലതും തെറ്റെന്നാണ് തെളിയിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്ന രാവിലെ ചോറ്, അല്ലെങ്കിൽ ഇഡ്ഡലി, അപ്പം, പുട്ട്, ഉച്ചയ്ക്കൻ ചോറ്, വൈകുന്നേരം ചോറും ഒക്കെ അല്ലേ? സത്യത്തിൽ അത് ശരിയല്ല. കാരണം കൂടുതൽ സ്റ്റാർച്ചല്ല ചെല്ലേണ്ടത്. ഒരാൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രോട്ടീൻ, അയാളുടെ ശരീരഭാരത്തിൻ്റെ അത്രയും പ്രോട്ടീൻ കിട്ടാനുള്ള കാര്യങ്ങൾ നോക്കണം എന്നാണ് പറയുന്നത്. ഒരാൾക്ക് 80 കിലോ ആണെങ്കിൽ ചുരുങ്ങിയത് 80 ഗ്രാമെങ്കിലും, 80 കിലോ വേണ്ട, 80 ഗ്രാമെങ്കിലും പ്രോട്ടീൻ ചെല്ലണം. 0.8 ആയാലും മതി, 0.8% മുതൽ 1 ഗ്രാമെങ്കിലും ചെല്ലണം. അതിനെന്ത് കിട്ടുമെന്ന് നമ്മൾ നോക്കണം. ഭക്ഷണ മാമൂൽവാദം തുടർന്നാൽ നമ്മൾ മഹാരോഗികളായി പോകും, ചെറുപ്പത്തിൽ തന്നെ വൃദ്ധന്മാരായി പോകും. കാരണം പ്രോട്ടീൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ബ്രെയിൻ സെൽസ് ഉണ്ടാക്കാൻ, നമ്മുടെ ആന്തരാവയവങ്ങളുടെ സെൽസ് ഉണ്ടാക്കാൻ ഒക്കെ വളരെ ആവശ്യമാണ്. മസിൽസിന് മാത്രമല്ല, ആന്തരാവയവങ്ങളും മസിൽസ് കൊണ്ടുണ്ടാക്കിയതാണ്. ആ പ്രോട്ടീൻ ആവശ്യത്തിന് കിട്ടിയില്ലെങ്കിൽ 80 കിലോ ഉള്ള ഒരാൾ അല്ലെങ്കിൽ 60 കിലോ ഉള്ള ആൾ 60 ഗ്രാമെങ്കിലും പ്രോട്ടീൻ കഴിക്കാതിരുന്നാൽ ഈ ആവശ്യമായ പ്രോട്ടീൻ എന്തു ചെയ്യും സിസ്റ്റം? നമ്മുടെ പല എല്ലിന്നും മജ്ജെന്നൊക്കെ എടുക്കും. പെട്ടെന്ന് ഒടിവും ചതവും പ്രായമാകലൊക്കെ വന്ന് ഈ ജീവിതം തന്നെ അർത്ഥശൂന്യമാകും. അതുകൊണ്ട് പ്രോട്ടീൻ, അതുപോലെ ആവശ്യത്തിനുള്ള കാർബോഹൈഡ്രേറ്റ്, വിറ്റാമിൻസ്, മിനറൽസ്, അതുപോലെ തന്നെ ഫൈബർ, ആവശ്യത്തിന് ജലം, ഇത്ര അടങ്ങുന്ന ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കണം. അത് കൂടുതൽ വ്യായാമം ചെയ്യുന്നവർ, കൂടുതൽ അധ്വാനിക്കുന്നവരാണെങ്കിൽ അതനുസരിച്ച് കലോറി കൂടുതൽ വേണ്ടി വരും. പണ്ടത്തെ ആൾക്കാർക്ക് ഇത് വേണമായിരിക്കാം. കാരണം പണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പാടാണ്. ഒരു ദിവസം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പാടെന്നാണ് അർത്ഥം. അപ്പം അതിനു വേണ്ടി കലോറി കൂടുതലുള്ള ഇതൊക്കെ കഴിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അത് രോഗങ്ങളിലേക്ക് നയിക്കും. ചില ആൾക്കാരുടെ സ്വഭാവം എന്താണെന്നറിയാവോ? അവർക്ക് രോഗം വന്നാൽ ഡോക്ടർമാർ പറയുന്ന ഡയറ്റെല്ലാം അതേപടി സ്വീകരിക്കും. ഡോക്ടർമാർ പറയുന്ന മരുന്നുകളും സ്വീകരിക്കും. അതിനകത്ത് എന്തെല്ലാം ഉള്ളതെന്ന് നമുക്കറിയില്ല. രോഗിയാകുന്നതിന് മുമ്പ് ഇതേ ഡോക്ടർമാർ ഇങ്ങനെ ചെയ്യണം എന്ന് ആധുനിക ഗവേഷണങ്ങളുടെ ഫലമായിട്ട് ചൂണ്ടിക്കാണിച്ചാൽ പോലും മാമൂൽവാദം, ഞങ്ങളത് ചെയ്തിട്ടില്ല, ഞങ്ങളങ്ങനെ ശീലിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കും. പ്രോട്ടീൻ കിട്ടാനുള്ള ഒരു വലിയ സോഴ്സ് മാംസം മാത്രമല്ല, വെജിറ്റേറിയനും ധാരാളമുണ്ട്. ഇപ്പോൾ ചെറുപയർ, കടല പോലുള്ള കാര്യങ്ങളും പ്രോട്ടീൻ ധാരാളമുണ്ട്. അതുപോലെ പനീർ നല്ലതാണ്. പിന്നെ വേറെ ഏതൊക്കെയാണ്? സോയ നല്ല കലവറയാണ്. ഇനി അതും കിട്ടിയില്ലെങ്കിൽ അപകടമില്ലാത്ത നല്ല ബ്രാൻഡായിട്ടുള്ള പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കാം. പക്ഷേ ഏതായാലും പ്രോട്ടീൻ വളരെ ആവശ്യമാണ്. അതുപോലെ വിറ്റാമിൻസ് ആവശ്യമാണ്. ഇലക്കറികളിലും പച്ചക്കറികളിലൊക്കെ ധാരാളമുണ്ട്, പഴങ്ങളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് പഴവർഗ്ഗങ്ങൾ ഇലക്കറികൾ ധാരാളം ഉൾപ്പെടുത്തണം. ആവശ്യത്തിന് വെള്ളം കുടിക്കണം. 25 കിലോയ്ക്ക് 1 ലിറ്റർ എന്ന രീതിയിലെങ്കിലും വെള്ളം കുടിക്കണമെന്നാണ് പലരും പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു രീതിയാണ് പിന്തുടരേണ്ടത്. ഭക്ഷണ മാമൂൽവാദം തെറ്റ്. ബുദ്ധമതം, ജൈനമതത്തിൻ്റെ അതിപ്രസരത്തോടു കൂടിയാണ് ഈ എക്സ്ട്രീമിസം വരാൻ തുടങ്ങിയത്. സ്വാമി വിവേകാനന്ദനെ പോലുള്ളവർ പറഞ്ഞത്, നമ്മുടെ ധർമ്മത്തെ കിച്ചൺ റിലീജിയൻ ആക്കരുത്, അടുക്കള മതമാക്കരുത് എന്നാണ്. ഇതെല്ലാം മനസ്സിൽ വേണം. അപ്പോൾ ശ്രീരാമൻ കാട്ടിൽ വസിക്കുന്ന സമയത്ത്
അദ്ദേഹത്തിൻ്റെ യുദ്ധം ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് വിറ്റാമിൻസും മിനറൽസും പ്രോട്ടീനൊക്കെ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതൊന്നും അദ്ദേഹം വിറ്റാമിൻസെന്നോ പ്രോട്ടീനെന്നോ പഠിച്ചിരുന്നിട്ടുണ്ടാവണമെന്നില്ല. പക്ഷെ അങ്ങനെയുള്ളവർ കഴിക്കുമായിരുന്നു. ഇപ്പോൾ ഈ ജൈന ബൗദ്ധ സ്വാധീനത്തോടു കൂടിയാണ് ഇതൊക്കെ ഏറ്റവും വലിയ ദോഷം എന്നുള്ള ചിന്താഗതി നമ്മൾ വ്യാപിക്കാൻ കാരണം. എക്സ്ട്രീമിസം പാടില്ല. ഇനി കൂടുതൽ കൂടുതൽ ഗവേഷണ ഫലങ്ങൾ ആരും ദ്രോഹിക്കാത്ത രീതിയിലുള്ളൊരു ഭക്ഷണത്തിലേക്ക് പോകാൻ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ മാംസം കഴിക്കുന്ന ഒരാൾ ദുഷ്ടനാണ് എന്നുള്ള ചിന്താഗതിയൊന്നും വേണ്ട. നമ്മുടെ ഹിറ്റ്ലർ ഉണ്ടല്ലോ, സസ്യഭുക്കായിരുന്നു. എത്ര പേരെ പച്ചയ്ക്ക് കൊന്ന ആളാണ്. ഇപ്പോൾ പച്ചക്കറി കഴിച്ചതുകൊണ്ട് നല്ല മനസ്സാകുമെന്നും പറയാൻ കഴിയില്ല. ശ്രീരാമൻ അതുപോലെ ശ്രീകൃഷ്ണൻ അതുപോലുള്ള ആൾക്കാരൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ, എന്നാൽ അവർ ഏറ്റവും കാരുണ്യമുള്ളവരായിരുന്നു. ശ്രീബുദ്ധൻ പോലും കഴിച്ചിട്ടുണ്ട്. ശ്രീബുദ്ധൻ ഏറ്റവും കാരുണ്യമുള്ള ആളല്ലേ. അപ്പോൾ ഭക്ഷണം നോക്കിയിട്ട് ആളുടെ സ്വഭാവം മാറും എന്നുള്ള തെറ്റിദ്ധാരണയൊക്കെ നീക്കുക. അതാണ് ഇതിനുള്ള മറുപടി.